ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ വീക്ക്ലി അനാലിസിലോട്ട് കിടക്കുകയാണ്. അതിന് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുഖാമുഖം നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളിന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിനകത്തിൽ കുറേ ചർച്ചകൾ വന്നു. അവിടെ അതെല്ലാം വായിച്ചപ്പം എനിക്കതിൻ്റെ ആകത്തുകയായിട്ട് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്ക് ആർക്കും ആത്മസംയമനം ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത്. ശരിയാണ്, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ആത്മസംയമനം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അത് നമ്മൾ ജീവിതത്തിൽ പരിശീലിക്കണം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഓവർ കോൺഫിഡൻ്റ് ആണ്. അപ്പം നമ്മുടെ ഇന്ന് ഗ്രൂപ്പിൽ ഞാൻ ഡിസ്കഷൻ വായിച്ചപ്പോൾ അതിനകത്തിൽ ഒരാളൊരു കമൻറ്റ് എഴുതിയിരിക്കുന്നത് എനിക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടു. അതായത് അദ്ദേഹം തൻ്റെ വൈഫിനെ ഇത് പഠിപ്പിച്ചു. വൈഫിനെ ഇത് പ്രാക്ടീസ് ചെയ്തു. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? 10,000 രൂപയും കൊടുത്തു ചെയ്യാൻ. അപ്പം പുള്ളിക്കാരി കറക്റ്റായിട്ട് 1,500 രൂപ കിട്ടിയപ്പം 1,000 രൂപ കിട്ടിയപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പരിപാടി പുസ്തകം മുടക്കി വേറെ പരിപാടിക്ക് പോയി. ഈ പറയുന്ന ഈ ചെയ്യാൻ പ്രേരിപ്പിച്ച ആൾക്ക് പിന്നെ അന്ന് 2,000 ലോസ്. 2,000 ഇങ്ങനെ എമൗണ്ട് എല്ലാം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഒരാഴ്ച വൈഫ് ട്രേഡ് ചെയ്തപ്പം പ്രോഫിറ്റിൽ അവസാനിച്ചു. ഭർത്താവ് ഈ ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിച്ച ആൾ ലോസ് അവസാനം 10,000 രൂപയിൽ നിങ്ങളുടെ ലോസിൽ അവസാനിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കാരണം പഠിപ്പിച്ച ആ വൈഫിന്, ആ സഹോദരിക്ക് ഇതിനെപ്പറ്റി അവർ പറഞ്ഞത് എന്താണോ അതുപോലെ അനുസരിച്ചു. അവിടെയാണ് അവരുടെ വിജയം. അവർക്ക് ബാക്കി സെൻറ്റിമെൻറ്റ്സ് ഒന്നും അറിയത്തില്ല. ശരിയാണ്, അവർക്ക് ബാക്കി മാർക്കറ്റിൻ്റെ കാര്യങ്ങളോ വോളറ്റാലിറ്റിയോ അല്ലെങ്കിൽ പൊട്ടുന്നതെന്നോ മേലോട്ട് പോകുന്നത് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരെ എന്താണോ അദ്ദേഹം പഠിപ്പിച്ചത് അവരത് കൃത്യമായിട്ട് പാലിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ പ്രോഫിറ്റ് ഇറങ്ങി. അവർക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. ഇന്നടത്താന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു, ഇന്നടത്ത് അതുപോലെ തന്നെ ഇറങ്ങി പ്രോഫിറ്റിലിറങ്ങി. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞ പോലെ നമ്മൾക്ക് ഓവർ കോൺഫിഡൻ്റ് ആണ്. കാരണം നമ്മൾ ഈ വീഴ്ചയും താഴ്ചയും ഇതൊക്കെ കണ്ട് തിരിച്ച് വരും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലിരിക്കും. അവസാനം നമ്മൾ ഒരു വഴിക്ക് പോകും. എങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞാൽ ഈ ന്യായത്തിലാണ് ഇത് വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും നിങ്ങളുടെ ടാർഗറ്റും സെറ്റ് ചെയ്തിട്ട് മാത്രമേ, നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് ഇറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2025 വിജയിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അടുത്ത മാസം മുതൽ ലോട്ട് സൈസ് കൂടുവാണ്. അപ്പം നമ്മുടെ ലോസിൻ്റെ ആ ഭീകരത നമ്മൾ വീണ്ടും കൂടി വരത്തേ ഉള്ളൂ, കുറയത്തൊന്നുമില്ല. അതുകൊണ്ട് കൃത്യമായ എൻട്രിയിൽ മാത്രം നമ്മൾ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് എത്ര സെറ്റ് ചെയ്ത് മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. രണ്ടാമത് വീണ്ടും നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡ് എടുത്ത് വിജയിച്ചു. രണ്ടാമത്തെ ട്രേഡിന് നിങ്ങൾ എൻട്രി ചെയ്യരുത്. അഥവാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ബൈ പ്രൈസിൽ കൊണ്ടുവെക്കുക. പിന്നെ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, നഷ്ടം വരത്തില്ല, ലാഭം കിട്ടത്തില്ലെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജികളിലോട്ടൊക്കെ നിങ്ങൾ വരണം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ആത്മവിശ്വാസം കൂടുതലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളെ ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കും. നിങ്ങൾ കുറച്ചിങ്ങനെ പരിശീലിക്കുക. നിങ്ങൾ ആദ്യം കുറച്ച് പരിശീലിക്കൂ. ഇങ്ങനെ കൃത്യമായ ടാർഗറ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾ കിൽസ് ഓണാക്കി വെച്ച് നിങ്ങളിങ്ങനെ പരിശീലിച്ച് കഴിഞ്ഞ് നിങ്ങൾ 1 മാസം കൃത്യമായിട്ട് ട്രേഡ് ചെയ്ത് ഒരു ഗ്രീൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരും. പിന്നെ നിങ്ങൾക്ക് ഈ കിട്ടിയ ഗ്രീൻ ഇനി കളയുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ ഇത് പോവല്ലോ എന്ന രീതിയിൽ നിങ്ങളുടെ ട്രേഡ് നിങ്ങൾ ലിമിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെല്ലാവരും വരണം. ഒത്തിരി ഞാൻ പറഞ്ഞങ്ങ് തീർപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവർക്കും രാവിലെ പ്രോഫിറ്റാണ്, അത് ഉച്ച കഴിഞ്ഞിട്ട് ഇത് കിട്ടിയൂടെ കൊണ്ട് കളയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ക്രൈറ്റീരിയ വെക്കുക. എനിക്ക് ഇത്രയും മതി, ഇന്ന് എനിക്ക് ഇത്രയും മതി. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ബംഗാളിക്ക് നമ്മൾ കൊടുക്കുന്നത് 1,000 രൂപ ഒരു ദിവസം കൂലിക്ക് വന്ന് കൊടുക്കുന്നത്. നമ്മൾ ടെക്നീഷ്യൻ ഒരു പണിക്കിറങ്ങി കഴിഞ്ഞാൽ കൂടുന്ന 1,500 2,000 രൂപ ഒരു ദിവസം കിട്ടും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് കിട്ടുന്നില്ലേ? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ആ പരിപാടി അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മളിപ്പോൾ ഒരു ടെക്നീഷ്യൻ ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. നാട്ടിലൊരു കണ്ടീഷൻ, നമ്മുടെ വീട്ടിലെ ഒരു ട്യൂബ് പോയാലും അല്ലെ ഒരു ടാപ്പ് പോയാലും മാറിയിടാനും വന്ന് അത് മാറിയിട്ട് കഴിഞ്ഞാൽ 500 രൂപയാണ് മിനിമം. 500 രൂപ കുറഞ്ഞൊരു സർവീസ് ചാർജ് നമുക്കിപ്പോൾ ഇല്ല. മനസ്സിലായി? അപ്പോൾ അത് ട്യൂബ് മാറാനൊന്നും ആരും വിളിക്കത്തില്ല. 3-4 പണിയുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിക്കത്തുള്ളൂ. ഇനി
ഒരു ടെക്നീഷ്യൻ്റെ പിന്നെ മുടക്കുമുതൽ എന്താ? അവൻ്റെ കയ്യിൽ ഒരു കുറച്ച് ടൂൾസ് കാണും, ഒരു ഡ്രില്ലിംഗ് മെഷീൻ കാണും, അങ്ങനെയുള്ള കുറേ എല്ലാം കൂടി ഒരു 10, 15, 25,000 രൂപയുടെ മുതൽ അവൻ്റെ കയ്യിൽ കാണും. ശരിയല്ലേ? ഒരു ടൂൾസും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത്. അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര? 25,000 രൂപയും പിന്നെ അവൻ പഠിച്ച അവൻ്റെ എക്സ്പീരിയൻസുമാണ് അവൻ്റെ കൈ മുതൽ. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 25,000, 50,000 രൂപയുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാം. അപ്പം ആ ഒരു വ്യക്തി ഒരു ദിവസം നേടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 2,000 രൂപ, 1,500, 2,000 രൂപയാണ്. ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ നിങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് പോകരുതോ? ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ചതിൻ്റെ ഒരു ആകത്തുക ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മാർക്കറ്റ് ഇനി വീക്കിലി അനുസരിച്ച് വരാം. നമുക്ക് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്, ചാർട്ടിലോട്ട് ഞാൻ വരാം, ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാർട്ടിലോട്ട് വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് 2 സപ്പോർട്ടുകളാണ് പറഞ്ഞത്. 2 സപ്പോർട്ടുകൾ പൊട്ടി. ഏതൊക്കെയാണ്? 23,500 നിഫ്റ്റിയിലും 12,500 മിഡ് ക്യാപ്പിൽ നമ്മൾ സപ്പോർട്ട് പറഞ്ഞത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സപ്പോർട്ട് തിരിച്ചു പോയി അങ്ങനെ കിടന്ന് കളിക്കുകയായിരുന്നു അല്ലേ? അപ്പം ഇപ്പം അത് രണ്ടും പൊട്ടി. അപ്പോൾ രണ്ടും പൊട്ടി. ഇനി എവിടെ വരെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അത് നമുക്ക് ചാർട്ടിനകത്തിൽ മനസ്സിലാക്കാം. ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ ആണ് ഇനി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എവിടെ ഇറക്കണം, എവിടെ വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ എന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരു വാട്സപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ കയറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിലുള്ള അപ്ഡേറ്റ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ പോസ്റ്റ് മാർക്കറ്റ്, പ്രീ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം പറയും. ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചാർട്ടിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ട് എന്ത് പറയുന്നു എന്ന് നോക്കാം. ഓക്കെ, ഇത് ഇപ്പോൾ കാണുന്നത് മിഡ് ക്യാപ്പിൻ്റെ പിന്നെ ഡെയിലി ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പം 12,500 എന്നുള്ള സപ്പോർട്ട് പൊട്ടി. ഇവിടെ ആയിരുന്നു 12,500. ഓക്കെ, ഞാൻ പേന എടുക്കട്ടെ. അപ്പോൾ 12,500 ആയിരുന്നു നമ്മുടെ സപ്പോർട്ട്. ആ സപ്പോർട്ട് പല പ്രാവശ്യം ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു പോയി അങ്ങനെ കിടന്ന് ആടി കളിച്ചു. അവസാനം 12,500 ഇന്നലെ പൊട്ടിച്ചു ഇല്ലേ? അപ്പോൾ ഇനി അടുത്ത സപ്പോർട്ട് എവിടെയാണ്? നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഇതിനകത്ത് വീണേക്കുന്നത്. അപ്പം ഇനിയും അടുത്ത നടപടി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് നോക്കാം. ഇതിനകത്തിൽ 12,287 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 12,287 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഉള്ള ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും ഒരു പ്രീവിയസ്, അതായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ, അതായത് ഒരു 6 മാസത്തിന് മുന്നേ ഒരു ലോ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതാണ് 11,925 ഒരു ലോ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നവംബർ മാസത്തിലും ഇതുപോലെ തന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ഏകദേശം 12,030 ആയിരുന്നു. 12,030 ഇവിടെ ഒരു ഒരെണ്ണം, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ 2 ലോ ക്രിയേറ്റ് ചെയ്തു. ഈ 2 ലോ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ബോക്സ് കിട്ടും. അപ്പോൾ ഇനി അടുത്ത ബേസ് എന്ന് പറയുന്നത്, മിഡ് ക്യാപ്പിൻ്റെ അടുത്ത ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനിയും അടുത്ത സപ്പോർട്ട് മിഡ് ക്യാപ്പിനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് ആയിരിക്കും. 12,030 11,925 ഇടയ്ക്ക് വന്ന് കയറി മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ. ഓക്കെ, അല്ല ഇനിയിപ്പം നാളെ വളരെ സാഹചര്യങ്ങൾ വളരെ കുറവാണ്. തിങ്കളാഴ്ച ഇനി ഒരു ഗ്യാപ്പ് കിട്ടും. ഒരു ഗ്യാപ്പ് ഡൗണുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കാരണം US മാർക്കറ്റ് നല്ല രീതിയിൽ പൊട്ടി നിൽക്കുന്നു. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി അതിൻ്റെ വഴിക്കൂടെ തന്നെ പോയി. പിന്നെ നാളെ നിഫ്റ്റിയിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചെന്ന് പറയാം. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റാണ്, ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നാളെ ചെറുതായിട്ട് ഈ ലൈനിൽ ഇതിപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു സപ്പോർട്ട് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പേന കറക്റ്റ് ആകുന്നില്ല, ഞാൻ വരച്ച് കാണിക്കാം. നമുക്കങ്ങനെ ഒരു സപ്പോർട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. ഇവിടുന്ന് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ റിവേഴ്സ് ചെയ്താലോ ഒരു ഇതിലാണ് ഞാനിത് പറയുന്നത്. ഒരു മിനിറ്റ്, ഈ സംഭവം ഇതൊരു നല്ല റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഇത്രയും ചുമ്മാ ഞാനിവിടെ വരച്ചിട്ടേക്കാം. ചുമ്മാ അവിടെ കിടന്നോട്ടെ, ഒരു വഴിക്ക് പോവല്ലേ.
ആ ലൈൻ അത് കട്ടിക്ക് തന്നെ കിടക്കുന്നത്, ആ ലൈൻ ഇവിടെ കിടപ്പുണ്ട്. അത് എത്രയാണ്? 12,146. 12,146 ഒരു സപ്പോർട്ട്. നമുക്ക് അവിടെ ചിലപ്പോൾ അവിടുന്ന് ഒരു റിവേഴ്സൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇത് ടെമ്പററി ആണ്. ഇത് അത്ര വലിയ സ്ട്രോങ് സംഭവമൊന്നുമല്ല. എങ്കിലും അവിടെ ഞാൻ അവിടെ പല പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനവിടെ വരച്ചത്. ഓക്കെ, അപ്പോൾ 12,146 കൂടെ അവിടെ കിടന്നോട്ടെ. അതിനുശേഷം ഇത് ബ്രേക്ക് ഇത് വലിയ സംഭവങ്ങളൊന്നുമില്ല എങ്കിൽ തന്നെ അവിടെ കിടന്നോട്ടെ. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബേസ് ആയിരിക്കും നമ്മുടെ ലക്ഷ്യം. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നമുക്ക് ബുള്ളിഷ് മൊമെൻറ്റം എന്ന് പറയാൻ ഇതൊന്നും ഒരു ബുള്ളിഷേ അല്ല. 12,500 മുകളിലേ ഉള്ളൂ നമുക്ക് ബുള്ളിഷ്. 12,500 12,500 വരച്ചിട്ടേക്കാം, വേറെ കൂടുതൽ വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, 12,500 അതായിരിക്കും നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 12,500 പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 12,500 ഒന്ന് വരച്ചിടുകയാണ്. ഓക്കെ, നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, 12,500. ഓക്കെ, അത് നിങ്ങൾക്ക് ഒന്ന് വലുതാക്കിയിട്ടേക്കാം, അത് ഗ്രീൻ ആക്കിയിട്ടേക്കാം, വലുതാക്കിയിട്ടേക്കാം. ഓക്കെ, അത്ര അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഈ 12,500 ബ്രേക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്രേക്ക് ചെയ്താൽ മാത്രം പിന്നെ അടുത്ത നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ രണ്ട് സംഭവം 13,176. ഇത്രയാണ് നമുക്ക് നമ്മുടെ പിക്ചറിനകത്തിലുള്ള വീക്കിലി വൈസിൽ നമുക്ക് പറയാനുള്ളത്. ഇത് നിങ്ങളുടെ അതിൽ വരച്ചിട്ടേക്കുക. അപ്പോൾ നമുക്കിനിയും ഒരു 5 മിനിറ്റ്സിലോട്ട് പോകേണ്ട കാര്യമില്ല. ഇത് വീക്കിലി ബേസിസിലാണ് മിഡ് ക്യാപ്പ് നിൽക്കുന്നത്. പിന്നെ കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യം ഇല്ല. വീക്കിലി അല്ല ഡെയിലി ഇൻട്രാഡേ ഞാൻ പറയണം. ഇൻട്രാഡേ വേണം ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞേക്കാം. ചിലരൊക്കെ കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇൻട്രാഡേ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതാണ് റേഞ്ച്. പക്ഷേ ഈ റേഞ്ചൊന്നും വലിയ കാര്യമൊന്നുമില്ല റേഞ്ചിന് ചുമ്മാ ഞാൻ വരച്ചിടുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഇത് ഇത്രയും. ഓക്കെ, ഇതിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കും. ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് മിഡ് ക്യാപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനങ്ങ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ആരാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഇത് തേർഡ് ഈ 12,500 ബ്രേക്ക് ചെയ്യണം. പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഈ ഒരു സംഭവം. ഇത്രയോ തൽക്കാലം ഞാൻ വരയ്ക്കുന്നുള്ളൂ. അതവിടെ കിടന്നോട്ടെ. ആരോ ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ. ഇത് കിടന്നോട്ടെ. എനിക്കറിയാം നിങ്ങൾ അക്ഷമരാണ്, സ്കിപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് അരയുടെ വരച്ചേക്കാം. മുകളിലോട്ട് 1 2 ശുഭാപ്തി വിശ്വാസത്തോടെ വരയ്ക്കാം മേലോട്ട് കേട്ടോ. മേലോട്ട് പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല എന്താ സംഭവിക്കുന്നത് നാളെ തിങ്കളാഴ്ച. അപ്രതീക്ഷിത നീക്കങ്ങൾ വല്ലതും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഇത്രയാണ് മേലോട്ട്. താഴോട്ട് 2 ലൈനേ ഉള്ളൂ. ഒന്ന് ബ്രേക്ക് ചെയ്താൽ ഇവിടുന്ന് നേരെ താഴോട്ട് ഇത്രയും. രണ്ടാമത്തേത് ഈ ബേസിൽ വരുവാണ്. ഇവിടം വരെ വരും മാക്സിമം. ഇവിടെ അല്ല വേണ്ട, ഇവിടം വരെ വന്നു. അതിന് ശേഷം ഇതിനകത്ത് ഒന്നുകൂടെ വരച്ചേക്കാം. ഇത്രയാണ് 3 ലൈൻ. ഓക്കെ, കൂടുതൽ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റി ഡേയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 23,500 പൊട്ടി തിരിച്ച് റിവേഴ്സലൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, 23,500. അപ്പോൾ ഇനിയും ഞാൻ ഇവിടെ ഓൾറെഡി സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്നത്. 22,800 നമ്മുടെ ഒരു മെയിൻ സപ്പോർട്ട്. ഇവിടെ നോക്കിയാൽ കണ്ടാൽ അറിയാം. 22,800 നമ്മുടെ ഒരു മേജർ സപ്പോർട്ടാണിത്. ഓക്കെ, ഇത് പൊട്ടി താഴെ പോവില്ലെന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, അപ്പം നമുക്ക് താഴെ പ്രീവിയസ്ലി പല പ്രാവശ്യം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തേക്കുന്ന 3 പ്രാവശ്യം. 1 2 3 4 പ്രാവശ്യം ഇപ്പം വന്ന് ഈ റേഞ്ചിൽ വന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ ഈ ഏരിയയിൽ വന്ന് ബൗൺസ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്, ഈ ഒരു ഏരിയയിൽ. ഓക്കെ, 23,256 അത് പൊട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 22,800 മാത്രമേ
നിഫ്റ്റിയിൽ വീക്ക്ലി ബേസിസിൽ നമുക്ക് സപ്പോർട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുക. 23,256 ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. 23,256 ബ്രേക്ക് ചെയ്താൽ പിന്നെ 22,800 മാത്രമേ നമുക്ക് സപ്പോർട്ടുള്ളൂ. 24,000 ഒരു സൈക്കോളജിക്കൽ, 23,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടുണ്ട്. ബട്ട് അത് വേണമെങ്കിൽ ഞാൻ ചുമ്മാ ഒന്ന് വരച്ചിട്ടേക്കാം. 23,000 എന്നുള്ളൊരു സംഭവം, ഒരു ഫിഗർ 23,000 ചുമ്മാ ഒരു സൈക്കോളജിയാണ്. ഇത് സപ്പോർട്ടൊന്നുമല്ല, ബട്ട് ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഒരു സൈക്കോളജിക്കൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ചുമ്മാ അവിടെ കിടന്നുണ്ട്. 13,000 നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. 13,000 13,000 ഓക്കെ, 23,000 സോറി 13,000 അല്ല 23,000 ഒന്ന് കനപ്പിച്ചിട്ടേക്കാം. അതുപോലെ കിടന്നോട്ടോ. ഓക്കെ, ഇത് ഞാൻ വേണമെങ്കിൽ ബ്ലൂ ആക്കിയിട്ടേക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാമല്ലോ. ഓക്കെ, 23,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട്, 22,800 മെയിൻ സപ്പോർട്ട്. ഈ ഒരു ബേസാണ്. ഇവിടെ ഈ ബേസിനകത്ത് വന്നിട്ട് എങ്ങോട്ട് തിരിയുന്നു നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ടാർജറ്റ് ഇതായിരിക്കും. ഓക്കെ, ഇതായിരിക്കും ഫസ്റ്റ് ടാർജറ്റ്, വേറെ ഒന്നുമില്ല. അടുത്ത ടാർജറ്റ് ഇതായിരിക്കും. അപ്പോൾ അത് കിട്ടിയാൽ രണ്ടാമത് ഇത്രയേ ഉള്ളൂ. 24,790 അവിടെ വരെ ഒന്നും പോകുന്നില്ല. 24,223 കിട്ടിയാൽ മതിയായിരുന്നു ഈ ആഴ്ചയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വീക്ക്ലി ബേസിസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്കിനി ഇൻട്രാഡേയിലോട്ട് വരാം. സൺഡേ, മൺഡേ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻട്രാഡേ മൺഡേയിൽ നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കാം. ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,431 17 ആണെങ്കിൽ 431 ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തിൽ ഒരു സപ്പോർട്ടെന്ന് പറയാൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ്. ഇതിന് മുകളിലോട്ട് മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. ഇതിന് മുകളിലോട്ട് മാത്രം. ഓക്കെ, ഈ ഒരു ലൈനിന് മുകളിലോട്ടേ ഉള്ളൂ നമുക്ക് ഒരു ട്രേഡ് മുകളിലോട്ട്. ഈ 23,500 ആക്കാം. 23,500 ഇപ്പം 437 അല്ലേ. 23,500 മുകളിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. 23,500 അത് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടേക്കാം. 23,500 നിങ്ങൾ എന്ത് റെസിസ്റ്റൻസ് ഒന്നും നോക്കണ്ട, ക്യാൻഡിലുകൾ നോക്കണം. 23,500 നിങ്ങൾ നോക്കി മനസ്സിൽ നോക്കി വെച്ചാൽ മതി. ഈ 23,500 കടക്കണം. അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് നമുക്ക് വരയ്ക്കാം. 23,500 ഓക്കെ, ഇത് ഈ റെസിസ്റ്റൻസ് കടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഒരു ഗമനം പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താഴത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് താഴത്തെ സപ്പോർട്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല, മുകളിലോട്ടോ താഴോട്ടോ നോക്കുക. ഓക്കെ, അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ് ലൈനാണിത്. ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട് ഇവിടെ. അതിവിടെ പോയി, അത് പോയോ? ഞാനത് വേണേൽ ഇങ്ങോട്ട് നീക്കി കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണത്തില്ല. 1 ഹവറിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അത് കിട്ടുമോ? കിട്ടും. ഓക്കെ, ഞാനിത് പിന്നെ ഇങ്ങോട്ട് മാറ്റാം. 23,250 ഈ സാധനം ഈ കർസർ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ പോയിൻ്റ് മാർക്ക് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഈ ബേസ് ലൈൻ നിങ്ങളുടെ ഒരാൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തു, സാറേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണമല്ല, മൊബൈലിൽ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് തരാമോ എന്നൊരാളുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. ഇനി നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. നിങ്ങളോട് എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് അങ്ങോട്ട് ഒത്തിരി നീണ്ടുപോയി അല്ലേ. ഇന്ന് ഞാൻ ഇച്ചിരി ബോറാൻ തോന്നും അല്ലേ, സമയങ്ങളങ്ങ് നീണ്ടുപോവാം. ഓക്കെ, ശാന്തമായിട്ട് പഠിക്കാമെന്നേ, എപ്പോഴും ശാന്തമായിട്ട് പഠിക്കാൻ നല്ലത്. അപ്പം ഇത് ഇത്രയും ഞാൻ നോട്ടെ. അപ്പം ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ബേസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 23,000 23,000 ഇടയ്ക്കൊന്നും നമുക്ക് പറയാനൊന്നും ഇല്ല. 23,000 ഇടയ്ക്ക് പറയാൻ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല. പൊട്ടിയാൽ പൊട്ടി എന്ന് മാത്രമേ പറയൂ. നാളെ നമുക്ക് തിങ്കളാഴ്ച നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അറിയാൻ പറ്റും. ഇതൊന്നും നമുക്ക് വരയ്ക്കാനൊന്നും പറ്റുന്നില്ല. ഇവിടുന്ന് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പൊട്ടിയാൽ ഇവിടം വരെ വരും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ
ഇത് നാളെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇവിടെ വരയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ, അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നമുക്കൊന്നും ബ്ലൈൻഡായിട്ട് പറയാൻ പറ്റത്തില്ല. നമുക്കൊന്നും എനിക്കൊരു സത്യം പറഞ്ഞാൽ ഒരു ഊഹം കിട്ടുന്നില്ല. ഇത് പൊട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴോട്ടുകൂടെ നമുക്ക് ട്രേഡ് നോക്കാം. താഴോട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ നാളെ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇങ്ങനെ ഇരുന്നോട്ടെ. ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. ഈ 2 റേഞ്ചിൽ 23,400 ആക്കിക്കുക. അത് 23,999 കൊടുക്കുന്നത് 23,400 റൗണ്ട് ഫിഗർ ആക്കിക്കുക. 23,400-നും 23,500 100 പോയിൻറ്റിൻ്റെ ഇതുണ്ട് ഇവിടെ. ഇതിനകത്ത് നിങ്ങൾക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, അല്ല ഇതിവിടെ താഴെ പൊട്ടി വന്നിട്ട് ഇവിടുന്ന് ബൗൺസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഞാൻ പറയാൻ മനസ്സിലായി. ഇതിപ്പോൾ ഇവിടെ ഗ്യാപ് ഡൗണിലാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ വരച്ച് കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഗ്യാപ് ഡൗണിലാണ്. ഇതൊക്കെ നമ്മൾ ട്രേഡ് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ചുമ്മാതെ ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനല്ല ട്രേഡ് എടുക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇല്ല ഇപ്പോൾ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ ഗ്യാപ് ഡൗൺ ആണ്. ഇവിടെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് നേരെ മാർക്കറ്റ് നേരെ തിരിച്ചു പോവുക. തിരിച്ചു പോയിട്ട് റിവേഴ്സൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഇവിടുന്നേ ഉള്ളൂ. ഇവിടുന്ന് മനസ്സിലായി പറഞ്ഞ്, ഇവിടുന്ന് മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. ഇവിടെ താഴെ വന്നിട്ട് മാർക്കറ്റ് പൊട്ടി താഴെ വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ ഈ 23,500 മുകളിലാണ് നിങ്ങൾക്ക് ട്രേഡ് ഉള്ളത്. ഓക്കെ, മനസ്സിലായി പറയും. ഇനിയല്ല, ഇത് പൊട്ടി നേരെ താഴെ വരുമോ, ഇതിനും താഴെ പോയി എന്നിട്ട് ഇവിടുന്ന് റിവേഴ്സൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. മനസ്സിലായി പറഞ്ഞ്, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ അന്നേരത്തെ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി ഞാൻ പറഞ്ഞു. അപ്പം ഇവിടുന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റെസൾട്ട്സ് എവിടെയായിരിക്കും? ഇതായിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. ഈ ബ്ലൂ ലൈൻ ആയിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. മനസ്സിലായി. ഇവിടുന്ന് ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരെ മാർക്കറ്റ് പോയിട്ട് അവിടെ വരെ വന്നു, ഇതിൽ താഴെ പോയി, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ലോങ് വിക്ക് വന്നിട്ട് ഇവിടെ നേരെ തിരിച്ച് കയറിപ്പോയി. തിരിച്ച് കയറിപ്പോയതിന് ശേഷം ഇവിടുന്ന് മേലോട്ട് വന്ന് ഇതിന് മുകളിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്, ഈ വിക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ടാർഗറ്റ് ഇവിടം വരെ ഉണ്ട്. മനസ്സിലായി. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇറങ്ങാമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അത്രയും ബുള്ളിഷ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അല്ലെ റിസ്ക് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈ പ്രൈസോ അല്ലെങ്കിൽ കുറച്ച് മുകളിലോട്ടോ ട്രയൽ ചെയ്യുക, കൊണ്ടുപോയി നിങ്ങളുടെ ബൈ എസ് എൽ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് വിട്ടേക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രേഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുറച്ച് പേർ സംശയം ഉണ്ടത് എങ്ങനെ എടുക്കും എന്നുള്ളത്. ഇതാദ്യ കാര്യം. പിന്നെ എനിക്കിപ്പോൾ ടാർഗറ്റ് അതിൽ ആരോ വരയ്ക്കാനും മാത്രം ഇത്രയേ ഉള്ള ആരോ മുകളോട്ടുള്ള ആരോ വിശ്വാസത്തോടെ ഞാനങ്ങ് വരയ്ക്കുക. ഓക്കെ, വരയ്ക്കേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. ഇതാണ് ഒരു വര. രണ്ടാമത്തെ വര ഇതാണ്. 23,726. ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റ് വരയ്ക്കാം. ഇവിടെ നോട്ട്. ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റ് വരയ്ക്കാം. കാരണം ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കോൺഫിഡൻ്റ് ഇല്ല. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. കോൺഫിഡൻ്റ് നമുക്കൊരു പറയാനൊരു അടിസ്ഥാനം വേണ്ട എന്തായാലും. കാരണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അല്ല, കയ്യാലപ്പുറത്ത് നിന്ന് ഉരുണ്ട് താഴെ വീണു. ഓക്കെ, ഇനി അത് ഉരുണ്ട് എവിടം വരെ പോകുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഉരുണ്ടേ ആ കയ്യാലപ്പുറത്തുനിന്ന് താഴെ തേങ്ങ വീണു ഇറക്കമാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങ് തെറിച്ച് താഴോട്ട് പോരുമോ അല്ലെ തട്ടി എവിടെയെങ്കിലും നിൽക്കുമോ എന്നുള്ളത് വേണം നമുക്ക് അറിയാൻ. അപ്പം അത് തിങ്കളാഴ്ച രാവിലെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾ നിരന്തരമായിട്ട് പഠിക്കുക, ചാർട്ടിനെ അനലൈസ് ചെയ്യുക, പ്രൈസ് ആക്ഷൻ പഠിക്കുക. അതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഇച്ചിരി വീഡിയോ നീണ്ടുപോയി എങ്കിലും ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.